ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം, ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോട് പറയാത്തൊരു സംഭവം ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്ന, എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജീവിതത്തിൽ പക്ഷേ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവുന്ന, ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പടച്ചോൻ എന്നെ നിയോഗിച്ച് അതിലേക്കുള്ള ആ ഒരു സക്സസ് ഫസ്റ്റ് പാതയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് സന്മനസ്സുള്ളവർക്കൊക്കെ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും ഇങ്ങനെ ചോദിക്കലുണ്ടായിരുന്നു, കുട്ടികൾക്ക് മദ്രസ ഇല്ലേന്നൊക്കെ. ഇവർക്ക് വീക്ക്ലി ആണ് മദ്രസ, ഒരു 2-3 മണിക്കൂറൊക്കെ അടുപ്പിച്ചുണ്ടാവും. 2 ദിവസം എല്ലാ ആഴ്ചയും ഉണ്ടാവും. പിന്നെ അതുപോലെ ലീവുള്ള ദിവസങ്ങൾ അടുപ്പിച്ച് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർക്കുണ്ട്. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാറില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇതേ മദ്രസയ്ക്ക് പോവാണ്. ഹയാനും പോകുന്നുണ്ടായിരുന്നു, പക്ഷേ ഹയാനിപ്പോൾ നല്ല മടി വന്നിട്ട് ഞാൻ പറഞ്ഞാലൊന്നും അനുസരിക്കലില്ല. വിളിച്ച് എനിക്ക് മതിയായി. അപ്പോൾ പിന്നെ ഇതേ ചെറിയ കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ 2 ഇൻട്രോ ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രയും ദിവസം പറയാത്തൊരു കാര്യം പറയാനും കാണിക്കാനും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഞാനിതേപ്പോൾ ഒരു ഭാഗത്തേക്ക് പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ അവിടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ കൂടെ വായോ കമ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം. നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു പ്രചോദനമാണ് എല്ലാ കാര്യത്തിനും കേട്ടോ. എൻ്റെ പേഴ്സണൽ ലൈഫിനാവട്ടെ അല്ലെങ്കിൽ എൻ്റെ പബ്ലിക് ലൈഫിനാവട്ടെ, എല്ലാറ്റിനും നല്ല നിങ്ങളുടെ ദുആയും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്കിന്ന് ഇറങ്ങിയാലോ. ഇവിടെ ഡ്രസ്സിൻ്റെ ഇന്നലെ ഫോട്ടോ എടുക്കാൻ ഒരു വഴിയും ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവിടെ ഊനാലിടുന്ന ഒരു ഇതുണ്ടായിരുന്നു, അതിലൊരു ഹാങ്ങർ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഡ്രസ്സിന് 1-2 ഫോട്ടോസ് എടുത്തു കൊടുത്തത്. ഓർഡറൊന്നും എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ്, അത് വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മറന്നുപോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. വലിയ കുറേ പ്രോബ്ലംസിന് ഏറ്റവും വലിയൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഇതേ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിലു 2 വീലർ ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 2 വീലർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല അങ്ങനെ എടുത്തത്. ഇത് നമ്മുടെ ചാരിറ്റിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, നമുക്കിപ്പോൾ അവരുടെ വർക്ക് പ്രോഗ്രസ് ആയിട്ടുണ്ടോ എന്ന് പോയി നോക്കാനും, പിന്നെ അച്ചിയമ്മനെ പോയി നോക്കാനും, പിന്നെ അതുപോലെ രാമച്ചനെയൊക്കെ ഒന്ന് പോയി കണ്ട് ആ ഒരു എന്താ പറയുക മുടിയും താടിയും നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാൻ ഒക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ അതിനു വേണ്ടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക്, പിന്നെ കിറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെയൊക്കെ വെക്കണം. അപ്പോൾ അവർക്കും വണ്ടീൻ്റെ ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി എടുത്തതേ ഒരു വണ്ടിയാണ്. ഇതും നിങ്ങളോട് ഇത്ര ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്പർ കിട്ടിയിട്ട് പറയാമെന്നാണ് വിചാരിച്ചത്, നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇതേ, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കണ്ടാൽ മനസ്സിലാവും. ലാസ്റ്റ് ഇയർ നോമ്പ് സമയത്ത് നമ്മൾ ഈ ഒരു ഉമ്മാൻ്റെ അവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന വീട് ഒരു ഷീറ്റുകൾ കൊണ്ട് സാരികൾ കൊണ്ടൊക്കെ ഒന്ന് മറച്ച ഒരു വീട് എന്ന് പറയാൻ പറ്റില്ല. ഈ ചാലിൻ്റെ ഭാഗത്ത്, ഈ കനാലിൻ്റെ ഭാഗത്ത് ഇഴജന്തുക്കൾ പാമ്പായിട്ടും ഒക്കെ വന്ന് അവർ ജനിച്ചപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അതിൻ്റെ ഓരോ പടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് കണ്ടില്ലേ, സൈഡ് ഇത് ഫുള്ളും വെള്ളം കയറും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല ഹൈറ്റിൽ തറയൊക്കെ ഇട്ടതിന് ശേഷം ആണ് വീട് കെട്ടിപ്പൊന്തിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഇതല്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ആ ഒരു സംഭവം, അത് വലിയൊരു സംഭവമാണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് ബെഡ്റൂം. മുമ്പത്തെ അവരുടെ വീട് എന്ന് പറയുമ്പോൾ മൊത്തത്തിലെല്ലാം കൂടെ ചേർത്തിട്ട് ഇത്രയൊക്കെ വരുള്ളായിരുന്നുള്ളൂ. അൽഹംദുലില്ലാ ഒരുപാട് എന്താ പറയുക, സന്മനസ്സുള്ളവരുടെ സഹായം കൊണ്ടും പിന്നെ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ടൊക്കെ നമുക്ക് നടന്ന ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് ഈ കാണുന്നത്. ഇതാണ് കിച്ചൺ.
ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിടുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ വല്ലതും പാമ്പൊക്കെ കിടക്കുമോ എന്നുള്ളത്. ഞാൻ അന്ന് വന്ന് നോക്കിയ സമയത്തും ഫ്രണ്ടിൽ വലിയ അണലി പാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തിൽ കൂടെ അങ്ങനെ പോകണുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീടില്ലാതിരുന്നവർക്ക് ആ ഒരു ഇത് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഭൂമിയിൽ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും പഠിച്ചോൻ്റെ രൂപത്തിൽ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ പഠിച്ചോൻ വന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള പോലെ. പഠിച്ചോൻ നേരിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളെപ്പോലെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുടെ രൂപത്തിലൊക്കെ, ഇപ്പോൾ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുടെ രൂപത്തിലൊക്കെ ആയിരിക്കും വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് കിട്ടിയൊരു ജീവിതമാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ കൈ നീട്ടി കാണിക്കുന്നത് അവിടെയായിരുന്നു അവരുടെ ബാത്റൂം ഉണ്ടായിരുന്നത്. ആ ബാത്റൂം എന്ന് പറയുമ്പോൾ സാരി കൊണ്ട്, അതായത് കമ്പ് ചില്ലകൾ കൊണ്ട് കുത്തിയിട്ട് അതിൽ സാരി ചുറ്റിയിട്ട് ആയിരുന്നു ഇവരുടെ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതൊരു കൊട്ടാരം അല്ലെങ്കിൽ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എൻ്റെ കൂടെ പ്രാർത്ഥനയായിട്ടും എല്ലാം കൊണ്ടും ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതും. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് ആരും കാണാതെ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കായി പോയല്ലോ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ആ ഒരു പെയിൻ അറിയുന്നതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ജസ്റ്റ് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിരി കൊണ്ടോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ചില്ലറ ധൈര്യമൊന്നുമല്ല കേട്ടോ. അത് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ. അതിനൊരവസരം പഠിച്ചോൻ എനിക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അവർ ജനിച്ചപ്പോൾ തൊട്ടുള്ള അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്ന് ഈ ഓരോ നിമിഷവും കല്ലിൻ്റെയും മണ്ണിൻ്റെയും രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കുട്ടികൾ നമ്മളെ കാണാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു വീടിൻ്റെ കാര്യവുമായി നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ചിലരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തു ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് വലിയ വലിയ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരോ എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, അവർ വയസ്സായ ഒരാളല്ലേ, അപ്പോൾ അവർക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത്, അതിൽ വലിയ കാര്യമില്ലല്ലോ, അതിന് വലിയ എമൗണ്ടൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പെൻഡ് ആവൂലേ, പിന്നെ അതിൻ്റെ അപ്പുറം ഇവർക്കിപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെയല്ലേ പോവുക. അപ്പം അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇതുപോലെ ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ താമസിക്കാൻ യോഗ്യമായിട്ട് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള, അതായത് ട്രസ്റ്റിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനമാക്കി കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ കുറേ വയസ്സായ അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഒന്ന് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ ഇപ്പോൾ ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരിക്കലും ജീവിക്കാൻ പറ്റാതെ ഒറ്റപ്പെടുന്ന സ്ത്രീകൾ ഒരു ജോലിയെങ്കിലും കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും മക്കളെ വെച്ച് പോറ്റാം എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ താൽക്കാലികമായിട്ട് വന്ന് താമസിക്കാനോ ഒരു നല്ലൊരു ജോലി നേടി പിന്നീട് അവരുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പറ്റുന്ന പോലെ അവരെ ആക്കിയെടുക്കാനുള്ള ഒരു സ്ഥാപനം എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ വന്ന വഴി ശ്രദ്ധിച്ച എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 3 കൊല്ലം മുമ്പ് എൻ്റെ ഉപ്പുള്ള സമയത്ത് ഞാൻ ഇതേപോലെ ഈ വഴിക്ക് വന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്ഥലം വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ആ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിതുപോലൊരു സ്ഥാപനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് താമസിക്കുന്നവർ സിലൂക്ക് അതൊരു തലവേദനയാവും, അങ്ങനെയൊന്നും ചെയ്യരുത് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ചാരിറ്റിയോ ട്രസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഉപദേശിച്ചപ്പോൾ എനിക്കും തോന്നി ചിലപ്പോൾ അതൊരു തലവേദനയായിട്ട് മാറാം എന്നുള്ളത്. അതെനിക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടീനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി അത് നോക്കിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഫാമിലി കാര്യങ്ങളല്ലായിരുന്നു. പിന്നീട് എനിക്ക് വേറെ പല കോള് കാര്യങ്ങളൊക്കെ വരികയും അവരെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട കൊടുക്കേണ്ടതല്ല, തിരിച്ചാക്കി. നമ്മൾ നല്ലത് വിചാരിച്ചാലെല്ലാം നമുക്ക് നല്ലത് തന്നെ വരണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാതിരിക്കാനും വേണ്ടിയിട്ട് അതൊക്കെ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതോടുകൂടിയുള്ള അങ്ങനെ ഒരു സ്ഥാപനം, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ യൂസ്ഡ് ആയിട്ടുള്ള അധികം പഴക്കമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ഓരോരുത്തർ ഉപയോഗിച്ചിട്ട് വെറുതെ വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടാത്ത മിക്സി, ഗ്രൈൻഡർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടാവും, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഓഫീസിൽ വെച്ച് നമുക്ക് ചെയ്യണം എന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും ഒരു വീടല്ല ഒരു 4 വീടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കെട്ടാനായിട്ട് പോകുന്നത്. അതാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടത്. അതിൻ്റെ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളിയൊരു പുഴയാണുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുഴേൻ്റെ അടുത്ത് ഒരു കാമൻ ക്വയറ്റായിട്ട് താമസിക്കാൻ. അപ്പോൾ വയസ്സായി ആരോരും ഇല്ലാത്ത അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ വന്ന് കാമൻ ക്വയറ്റായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്വർഗം. അതാണ് സ്വപ്നം. പോവാം വാ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് നമ്മുടെ ട്രസ്റ്റിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം നമ്മൾ തുടങ്ങാൻ അതിൻ്റെ പണി നടക്കാനായിട്ട് പോവാണ്. ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അതിൻ്റെ ഇടയിൽ നമ്മുടേതായിട്ടുള്ള കുറേ വേറെയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആരെയും മറന്നിട്ടില്ല. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ പാലിക്കാനായിട്ട് അങ്ങേയറ്റം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ബാധ്യതയായിട്ട് പഠിച്ചവൻ എന്നെ ഏൽപ്പിച്ച കുറേ കാര്യങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിലാരെയും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ അല്ല എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഞാൻ മാറ്റി നിർത്താതെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഏതൊരു സിറ്റുവേഷനിലായാലും ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്കറിയാം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യ ജീവനുകൾ എത്രത്തോളം ആരും കാണാതെ അവരുടെ തലയണകൾ എത്രത്തോളം കണ്ണീരുകൊണ്ട് കുതിർന്നുണ്ടാവും ഒരു മനുഷ്യനും ഇല്ലാതെ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഹെൽപ്പോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ളത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു സംഭവം കൂടിയാണ് ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച വസ്ത്രങ്ങളാണെങ്കിലും ഉപയോഗിക്കാത്ത പുതിയ വസ്ത്രങ്ങളാണെങ്കിലും ഇപ്പോൾ കുറേ കോണ്ടാക്ട്സുകാർ എനിക്ക് ആരെയും അറിയില്ലായിരിക്കും, പക്ഷെ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അവരുടെ വീട്ടിൽ നല്ല സാധനം പുതിയതായിരിക്കാം, ഗിഫ്റ്റ് കിട്ടിയതായിരിക്കാം, അവർ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ വെറുതെ ഷെൽഫിലിരിക്കുന്നത് ആരെങ്കിലും വീട്ടിൽ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ കയ്യിലുള്ള ഓരോ സാധനവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും ചിലപ്പോൾ നമുക്കതിൽ തൃപ്തി ഉണ്ടാവില്ല, നമുക്ക് മടുത്തതായിരിക്കാം. പക്ഷെ വേറെ ആരുടെയൊക്കെയോ ജീവിതങ്ങളിലെ വലിയ വലിയ സ്വപ്നങ്ങളാണ് അതൊക്കെ. അതൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാറ്റിൻ്റേതാണെങ്കിലും അല്ലേ. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞ് മീഡിയേറ്റർ എന്ന നിലക്ക് മാത്രം എന്നെ കണ്ടാൽ മതി. നമ്മുടെ സ്ഥാപനം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള സാധനങ്ങൾ അതിലേക്ക് അയക്കാം. അത് നമ്മൾ കളക്ട് ചെയ്ത് അവിടെ വയ്ക്കും. ആവശ്യക്കാർ നേരിട്ട് ഓഫീസ് എന്ന് പറയണോ അല്ലെങ്കിൽ അതൊരു വീട് എന്ന് പറയണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് വാങ്ങാനുള്ള യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് എന്താണെങ്കിലും നമ്മൾ കൊടുക്കും. തയ്യൽ മെഷീൻസ്, പിന്നെ വീൽ ചെയർ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെ എന്തും ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായിരിക്കും. പിന്നെ അത് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ ഒരു പ്രൈവസി കളയണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നും തന്നെ എനിക്ക് പുറത്തു കൊടുക്കാൻ ആഗ്രഹമില്ല. കാരണം നിന്ന് തിരിയാൻ കണ്ണിപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്തൊന്ന് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ആരെങ്കിലും കണ്ട് സംസാരിച്ച് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ താളം തെറ്റും. അതുകൊണ്ടാണ് ആരെയും നമ്മൾ വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാൻ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കൊടുക്കാതിരിക്കും. പിന്നെ അറിയാലോ, ഞാനും മക്കളും കൂടെ ഇതാവുമ്പോൾ അതൊരു പ്രൈവസിയുടെ പ്രോബ്ലം ഉണ്ട്, സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. അതൊന്നും ഇല്ലാതെ ഒരു സെപ്പറേറ്റ് ഇതിന് വേണ്ടിയിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യുക. നമ്മുടെ കിറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ മാസവും അവിടെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം സെറ്റാക്കി അതിനനുസരിച്ച് കൊടുക്കാനും എല്ലാം കളക്ട് ചെയ്യാനുള്ള ഒരു സ്ഥാപനം. ഒരു 4 വീട് താഴെ സെപ്പറേറ്റ്, ഒരു ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, സിറ്റ് ഔട്ട്, കുഞ്ഞതായിട്ടൊരു വീട്, അതുപോലെ ഒരു 4 വീട്, മുകളിലൊരു 4 വീട്, അതിൻ്റെ മുകളിൽ ഹാള്, അങ്ങനെ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ആരെയൊന്നും പൈസ വാങ്ങാതൊക്കെ അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. നോക്കാം ഇൻഷാ അല്ലാഹ്. ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിൽ പറ്റുമായിരിക്കും അല്ലേ നമുക്ക്. ഓക്കെ, അതിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം എല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആരുമില്ലാത്തവർക്ക് എവിടെയോ നിന്നുകൊണ്ട് കണ്ണീര് തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതിൽ പങ്കാളിയാവും. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഞാൻ അടുത്തത് എൻ്റെ പുറത്ത് കുറച്ച് പണികളിലേക്ക് പോകണം കേട്ടോ, ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്.
കമൻ്റ് ഇടണേ.